പശ്ചിമേഷ്യയെ വീണ്ടും സംഘർഷഭൂമിയാക്കാൻ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രയേൽ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ആശങ്ക സൃഷ്ടിക്കുന്നത്. രാജ്യത്തെ സൈനികർക്ക് അനുവദിക്കുന്ന അവധികൾ റദ്ദാക്കി ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകളുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഇസ്രയേൽ ഏകപക്ഷീയമായി ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായുള്ള വാർത്തകൾ വരുന്നത്. ഇസ്രയേലിന്റെ നിബന്ധനകൾക്കനുസരിച്ച് സംഘർഷത്തിൽ പങ്കുചേരില്ല എന്ന് അമേരിക്കൻ ഭരണകൂടം നേരിട്ട് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും പരോക്ഷ സൂചനകൾ നൽകിയിരുന്നു. സംഘർഷം രൂക്ഷമാക്കാതെ ചർച്ചകളിലേക്ക് നീങ്ങണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. യുദ്ധം ദീർഘകാലം തുടരുന്നത് ഇറാന്റെ പരാജയത്തിലേക്ക് എത്തിക്കില്ല എന്ന് നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അമേരിക്ക ഈ നിലപാട് വ്യക്തമാക്കിയതും. അതേസമയം ഇറാനെതിരെയുള്ള യുദ്ധത്തിന് തങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണയോ അനുവാദമോ ആവശ്യമില്ല എന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇറാനെതിരെയുള്ള യുദ്ധം തടയാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ സുരക്ഷയ്ക്കായി ആരുടെയും അനുവാദം ആവശ്യമില്ല എന്ന കർശന നിലപാടിലാണ് നെതന്യാഹു സർക്കാർ. നേരത്തെ ഫെബ്രുവരി 26-ന് സമാനമായ രീതിയിൽ സൈനികരുടെ അവധി റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെ ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ നടപടി മറ്റൊരു വലിയ സൈനിക നീക്കത്തിന്റെ മുന്നോടിയാണെന്നാണ് കരുതപ്പെടുന്നത്. ഒക്ടോബറിൽ അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുമെന്നതിനാൽ നെതന്യാഹു രാഷ്ട്രീയ സമ്മർദ്ദവും ഇതിനൊപ്പം തന്നെ നേരിടുന്നുണ്ട്. ഇറാനെതിരെ വിജയകരമായ സൈനിക നീക്കം നടത്താനായാൽ അത് നെതന്യാഹുവിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയേക്കാമെന്നാണ് വിലയിരുത്തൽ. അതിനുള്ള ശ്രമമാണോ ഇസ്രായേൽ നടത്തുന്നത് എന്നാണ് സംശയിക്കപ്പെടുന്നത്. അതേസമയം ദീർഘകാലം നീണ്ടുനിൽക്കുന്ന യുദ്ധത്തെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന്റെ പക്കൽ ആവശ്യത്തിന് മിസൈൽ വേദ സംവിധാനങ്ങൾ ഉണ്ടോ എന്ന കാര്യം സംശയകരമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായാൽ കടുത്ത രീതിയിൽ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഹൈഫയിലെ റിഫൈനറിയും ടെല്ലവീവും ലക്ഷ്യം വെക്കുന്നുവെന്നാണ് ഇറാന്റെ ഭീഷണി. അതേസമയം അമേരിക്കൻ ഭരണകൂടത്തിന്റെയും US പ്രസിഡന്റിന്റെയും പ്രസ്താവനകളോടും നീക്കങ്ങളോടും ഏറെ മുൻകരുതലോടെയുള്ള പ്രായോഗിക നിലപാടുകൾ സ്വീകരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മുൻകാല ചർച്ചകളിൽ പോലും നിരന്തരം ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ നിലനിൽക്കുന്നതിനാൽ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള എല്ലാ നയതന്ത്ര ചർച്ചകളും വലിയ അവിശ്വാസത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് വാസ്തവം. കരാറുകളോടും വാഗ്ദാനങ്ങളോടും അമേരിക്ക പുലർത്തുന്ന ഗുരുതരമായ പ്രതിബദ്ധതയില്ലായ്മ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഇതിനു പിന്നാലെ മുൻകാലങ്ങളിലുണ്ടായ നഷ്ടങ്ങൾക്ക് അമേരിക്കൻ ഭരണകൂടം കൃത്യമായ നഷ്ടപരിഹാരം നൽകേണ്ടത് നയതന്ത്ര മുന്നേറ്റങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയതും. നിലവിൽ മസ്കറ്റും ടെഹ്റാനും തമ്മിൽ നടക്കുന്ന ചർച്ചകൾ ഇറാനും അമേരിക്കയും തമ്മിൽ ഭാവിയിൽ സാധ്യമായേക്കാവുന്ന നയതന്ത്ര സംഭാഷണങ്ങളുടെ പ്രാഥമിക ഘട്ടമായാണ് നിരീക്ഷകർ കണക്കാക്കുന്നത്. എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും നിബന്ധനകളും കാരണം വരും ദിവസങ്ങളിൽ ഈ നീക്കങ്ങൾ എങ്ങോട്ട് തിരിയുമെന്നതിൽ കടുത്ത ആശങ്ക നിലവിലുണ്ട്. ഹോർമസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ടോൾ ഈടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇറാൻ ഉറപ്പു നൽകിയതായാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞത്. എന്നാൽ വാക്കുകളിൽ വിശ്വസിക്കാതെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തികൾ നിരീക്ഷിച്ച ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. മേഖലയിലെ സമുദ്ര സുരക്ഷയും ഗതാഗതവും പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ US ഇറാനും തമ്മിൽ തുടർന്നു വരികയുമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.